ബാലിസ്റ്റിക് മിസൈൽ മായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ 5 വർഷത്തേക്ക് നിർത്തിവെക്കുക, യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കുക, ഇതൊക്കെ ഇറാൻ എത്രത്തോളം അംഗീകരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ചർച്ച ചെയ്യേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് നാസർ, മറ്റ് ചില കാര്യങ്ങൾ കൂടി അമേരിക്ക ഇതിനിടയിൽ മുന്നം വെക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്നു. ഒരു പുതിയ ലീഡറായിട്ട് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറെയൊക്കെ അവതരിപ്പിക്കാനുള്ള US നീക്കത്തെ കൂടി ഇതിനിടയിൽ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഏജൻസി അതാണ്. കാരണം പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫെബ്രുവരി 28 യുദ്ധം നടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ഒക്കെ മുന്നിൽ കണ്ടത് വെറും 4 ദിവസത്തെ ഒരു ആക്രമണം. ആ ആക്രമണത്തിനിടയിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഇറാൻ ജനതയുടെ വികാരത്തെ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധമായിട്ടുള്ള മനോഭാവത്തെ പരമാവധി ചൂഷണം ചെയ്യുകയും ആ ജനങ്ങളെ ഈ ഭരണകൂടത്തിനെതിരെ തെരുവിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക. സൈനികമായിട്ട് ഈ ഗവൺമെന്റ് തകരുകയാണെന്നൊരു ബോധ്യം വന്നാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ രംഗത്ത് വരും. അങ്ങനെ ആ നിലവിലുള്ള ഈ ആയത്തുള്ള ഭരണകൂടത്തെ അട്ടിമറിക്കാനും പകരം തങ്ങളുടെ ചില നോമിനികളെ അധികാരത്തിൽ വരുത്താനും സാധിക്കും എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു യുദ്ധം ആരംഭിച്ചത്. പക്ഷേ ഫെബ്രുവരി 28 ആരംഭിച്ച ആ യുദ്ധത്തിലൂടെ ആയത്തുള്ള അലി ഖംനയെ വധിക്കാൻ, നിരവധി കമാൻഡർമാരെ കൊലപ്പെടുത്താനൊക്കെ സാധിച്ചതും ഇതിനുള്ള ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ടായിരുന്നു. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. കാരണം 28 നടന്ന ആക്രമണത്തിൽ ആദ്യം കൊല ചെയ്യപ്പെട്ടത് കുഞ്ഞുങ്ങളാണ്. 180 കുട്ടികളാണ് ടെഹ്റാനിലെ ഒരു സ്കൂളിന് നേരെ നടന്ന ബോംബ് വർഷത്തിൽ കൊല്ലപ്പെട്ടത്. ഇത്തരം സംവിധാനങ്ങൾക്ക് സിവിലിയൻ സമൂഹത്തിന്റെ കൊല വന്നതോടുകൂടി ജനങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ കൊലയും എല്ലാം വന്നതോടുകൂടി ഭരണകൂടത്തിന് കൂടുതൽ പിടിമുറുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. അമേരിക്ക പ്രതീക്ഷിച്ച പോലെ ജനങ്ങൾ ഒരിക്കലും ഈ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വിടുന്ന ഒരു സാഹചര്യവും ഒരു പ്രവിശ്യയിലും ഇല്ലാതെ പോയി. കാരണം വെനിസ്വേലയിലൊക്കെ വെറും 2 ദിവസം കൊണ്ടാണ് പിന്നെ അവിടുത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് അമേരിക്കയിൽ എത്തിക്കാനും അവിടുത്തെ എണ്ണയുടെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കക്ക് കൈക്കലാക്കാനും സാധിച്ചത്. ആ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു നീങ്ങിയത്. പക്ഷേ ഹോർമസ് കടലിടുക്ക് അടച്ചിടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നിയന്ത്രണം കൊണ്ടുവരുന്ന സാഹചര്യം അമേരിക്കൻ താല്പര്യങ്ങൾക്ക് തിരിച്ചടിയായി. ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരുന്നൊരവസ്ഥ രൂപപ്പെട്ടു. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധം ട്രംപിന്റെ യുദ്ധ സമീപനത്തിനെതിരെ രൂപപ്പെട്ടു. ഇതൊക്കെയും ഒറ്റപ്പെടുത്താൻ ട്രംപ് എന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ മറ്റൊരു പ്രസിഡന്റും അഭിമുഖീകരിക്കാത്ത വിധത്തിൽ ഒറ്റപ്പെടുത്തലിലേക്ക് നയിക്കപ്പെട്ടു. ആഭ്യന്തര വിമർശനങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുടെയും നാറ്റോ രാജ്യങ്ങളുടെയും ഒരു പിന്തുണയും കിട്ടാത്തൊരവസ്ഥയിലേക്ക് ദയനീയമായിട്ടുള്ള ഒരു തകർച്ചയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ നയിച്ചു. അത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും പ്രകടമായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇനി പിൻവാങ്ങാൻ പറ്റും, വലിയ ഡാമേജ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്നൊരു ചിന്തയിലാണ് ഇപ്പോൾ ഇറാനുമായിട്ടുള്ള ഒരു ചർച്ച. ഇത് താനല്ല മുന്നോട്ട് വെച്ചത്, ഇറാനാണ് ഈ ചർച്ചയ്ക്ക് താല്പര്യം പ്രകടിപ്പിച്ചതെന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടെങ്കിലും ഇറാൻ ഇപ്പോൾ പോലും വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് ഒരു ചർച്ചയുടെയും ആവശ്യമില്ല. ഒന്നുകിൽ പിന്നെ നിബന്ധനകൾക്കനുസരിച്ച് ഈ യുദ്ധത്തിന് പൂർണ്ണ വിരാമം, സ്ഥായിയായിട്ടുള്ള വിരാമം ഉണ്ടാവും, അല്ലാതെ താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തലിന് തങ്ങളില്ല എന്ന ഒരു പ്രഖ്യാപിത നിലപാടിൽ തന്നെയാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഏതർത്ഥത്തിലുള്ള ഒരു നീക്കവും ഇനി നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും കുറെ കൂടി പിന്നെ കൃത്യമായിട്ടുള്ള മൂർത്തമായിട്ടുള്ള ചില ഉപാധികളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഈ സംഘർഷം നിലയ്ക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അടുത്ത 5 ദിവസം ഒരു പക്ഷേ പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ ഒരു ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുമ്പാണ് ഇസ്ഫഹാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. അപ്പൊ ഒക്കെ അമേരിക്കയുടെ മറ്റൊരു കാര്യം കൂടി US പ്രസിഡന്റിനായി പുറത്തു വന്ന ചില പ്രസ്താവനകൾ കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്ന് കൂടി വ്യക്തമാക്കുന്ന പ്രസ്താവനകളാണ്. ഇനിയിപ്പോൾ ഹോർമുസ് കടലെടുക്കാൻ ഞാനും ഇറാന്റെ പരമാധികാരിയും ചേർന്ന് നിയന്ത്രിക്കുമെന്ന് പറയുമ്പോൾ അമേരിക്കൻ താല്പര്യവും അമേരിക്കൻ ലക്ഷ്യവും എന്താണെന്ന് വ്യക്തമാകുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഇറാൻ എത്രത്തോളം സന്നദ്ധമാകുമെന്നുള്ള ചോദ്യമൊക്കെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ഗൂഢലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള അമേരിക്കൻ താല്പര്യം മാത്രമാണ് ഇപ്പോഴത്തെ ഈ ചർച്ചകൾക്ക് പിന്നിലെന്ന് നമുക്ക് നിസ്സംശയം പറയാം. തീർച്ചയായിട്ടും എത്ര പരിഹാസ്യമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ട്രംപ് നടത്തിയതെന്ന് നോക്കുക. ഞാനും ആയത്തുള്ളയും ചേർന്നായിരിക്കും ഇനി പിന്നെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇനി കൊണ്ടുപോകുക എന്നൊക്കെ പറയുമാറ് വളരെ പരിഹാസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ പോലും കടകവിരുദ്ധമായിട്ട് താൻ എന്ത് പറഞ്ഞു അതിന് തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ അതിന് കടകവിരുദ്ധമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുക. ഒരു വിശ്വാസ്യത എന്നത് പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ട്രംപ് ഇറാനുമായിട്ട് പലവട്ടം ചർച്ചകൾ നടത്തി കുറേ കാര്യങ്ങളിൽ വ്യക്തത രൂപപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ
പോലും ലോകം അതിനെ വിലയിരുത്തുന്നത് ഒട്ടും വിശ്വാസ്യതയില്ലാത്ത ഒരു പ്രതികരണമായിട്ട്. കാരണം പിന്നിട്ട സമയങ്ങളിലൊക്കെ ഗസ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെയും ട്രംപിന്റെ പ്രതികരണം നിരന്തരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് എത്ര കണ്ട് വിശ്വാസ്യത കൽപ്പിക്കാൻ സാധിക്കുമെന്ന് ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഹോർമുസ് കടലിടുക്കിലുള്ള നിയന്ത്രണം വിട്ടുകൊടുത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളുമായിട്ട് പങ്കാളിത്തം വഹിച്ചുകൊണ്ടുള്ള ഒരു പരിഹാര പ്രക്രിയയും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം എത്ര ദീർഘകാല യുദ്ധത്തിന് വേണമെങ്കിലും തങ്ങൾ ഒരുക്കമാണ് എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് ഇന്നലെ IRGC കമാൻഡറുടെ ഭാഗത്തുനിന്നും മറ്റും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഹോർമുസ് കടലിടുക്ക് എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തങ്ങൾ ഒരുക്കമല്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ അമേരിക്കക്കോ മറ്റൊരു ഇടം ലഭിക്കാനുള്ള സാധ്യതയില്ല. അതുമാത്രമല്ല, ഇനിയും ഹോർമുസ് കടലിടുക്കിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയോ അല്ലെങ്കിൽ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ സൈനിക നീക്കം നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ ബാബുൽ മന്ദബ് കൂടി അടച്ചിട്ടുകൊണ്ട് ലോകത്തിന്റെ സാമ്പത്തിക ധമനികളെ കൂടുതൽ നിയന്ത്രിക്കാനുള്ള ഒരു സമീപനം കൂടി ഇറാൻ സ്വീകരിക്കുമെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ഇത്തരം ഹോർമുസ് കടലെടുക്കുക എന്നത് ഈ വിഷയത്തിലെ ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, അത് സംഘർഷത്തിന്റെ ഒരു സമഗ്രതയിൽ വേണം കാണാനെന്ന് റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കിയത് വസ്തുതാപരമായി ശരിയാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ഇറാനും ഒരു പരിധിക്കപ്പുറത്ത് തങ്ങൾ ഒരു ഒത്തുതീർപ്പിനുമില്ല, ഒരു ചർച്ചക്കുമില്ല എന്ന് പറയാൻ സാധ്യമല്ല. കാരണം ചൈനയും റഷ്യയും വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഇന്നലെ രാത്രി നടത്തിയിരിക്കുന്നത്. ഈ ഒരു വെടിനിർത്തൽ വളരെ അനിവാര്യമാണ്. ഈ ആപൽക്കരമായിട്ടുള്ള യുദ്ധം ഇനിയും മുന്നോട്ട് പോയത്. അതുകൊണ്ട് ചർച്ചകൾക്ക് തയ്യാറാകണമെന്ന് ചൈനയും റഷ്യയും വളരെ ശക്തമായി തന്നെ ഇറാനോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും നല്ല സൗഹൃദ രാജ്യങ്ങളെ കൂടി പ്രകോപിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അഭ്യർത്ഥനയെ നിരാകരിച്ചുകൊണ്ട് മാറി നിൽക്കുക അല്ലെങ്കിൽ ചർച്ചകളോട് താല്പര്യമില്ലാതെ വിട്ടുനിൽക്കുക എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് ചർച്ചയ്ക്കുള്ള സാധ്യത രൂപപ്പെട്ടിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയും അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള ഈ സാഹചര്യത്തിൽ ലോകത്തിന്റെ പൂർണ്ണമായിട്ട് ഉള്ള വെറുപ്പ് വാങ്ങി മുന്നോട്ട് പോകാൻ ഇറാനും സാധ്യമല്ല. അതുകൊണ്ട് ഒരു ചർച്ചയിലേക്ക് വരാനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും നാസർ, അങ്ങനെയാണെങ്കിൽ ഒരു ചർച്ചയുടെ മേശയിലേക്ക് ഇറാനെ എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ചൈനയും റഷ്യയും അടക്കമുള്ള സൗഹൃദമുള്ള രാജ്യങ്ങൾ കൂടി അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുണ്ട്. വിദേശകാര്യമന്ത്രി, അതായത് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് അടക്കം പറഞ്ഞത് എന്തായാലും ഇറാനെ ചർച്ചയ്ക്ക് സന്നദ്ധമാക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു ചർച്ചയുടെ മേശയിലേക്ക് ഇറാൻ എത്തുമെങ്കിലും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികളിൽ എത്ര കണ്ട് ഇറാൻ അംഗീകരിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചയുടെ ഫലപ്രാപ്തിയെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്.